നമുക്കിന്നൊരു അടിപൊളി നാടൻ ചിക്കൻ കറി തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതിന് നമുക്ക് ആദ്യം ഒരു അടിക്കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്നും എടുക്കരുത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിൽ ഞാൻ വലിയ ജീരകവും ഗ്രാമ്പും ഏലക്കയൊക്കെയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക. അത് വഴന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ അത് നമുക്കതിലേക്ക് ഒരു കപ്പ് ഒരു മീഡിയം സൈസിലുള്ളൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒരു 2 പച്ചമുളകും കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് അത് നന്നായി കുക്കായിട്ട് വരണം. അപ്പോൾ കുറച്ച് തക്കാളിയൊക്കെ കുറച്ച് മെൽറ്റായിട്ടുണ്ടാവും. എന്നിട്ട് അതിന് ശേഷം മൂടിയെടുത്ത് നമുക്കൊന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക്, നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്താൽ മതി കുരുമുളക്. അതും കൂടെ ചേർത്ത് നമുക്കതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി അതിൻ്റെ സ്പൈസസ് നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോയി കിട്ടും. അത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് നമ്മൾ നന്നായിട്ട് പിടിക്കുന്ന തരത്തിൽ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ച് വെക്കണം. നമ്മളിപ്പം വെള്ളം ഒഴിക്കുന്നില്ല, അത് നന്നായിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് അടപ്പെടുക്കുമ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും. നന്നായിട്ട് ഗ്രേവി ഇറങ്ങാൻ വേണ്ടി നമ്മളത് അടച്ച് വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. ഒന്നത് ചിക്കനൊക്കെ ഒന്ന് ടൈറ്റായിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ അടച്ച് വെക്കണം. എന്നിട്ട് അടപ്പെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓൾറെഡി ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടെ അടച്ച് വെക്കാം. എന്നിട്ട് അത് കിടന്ന് നന്നായിട്ട് കുക്കാവട്ടെ. അത്യാവശ്യം കുക്കായതിന് ശേഷം നമുക്ക് മൂടിയെടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയും പുതിനയും എന്താണ് നമ്മൾ കയ്യിൽ വെച്ചാൽ ഇട്ട് കൊടുക്കാം. നമുക്കതിനൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കുറുകിയിട്ടുള്ള അടിപൊളി കറിയാണ്. നമുക്കിത് നമ്മുടെ പത്തിരിയുടെ കൂടെയും നൈസ് പത്തിരിയുടെ കൂടെയും ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക.